الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതം വിജയപ്രദമാക്കി തീർക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച അവസാനമായി നമ്മൾ വിശദീകരിച്ചത് ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തേതായ 2 ഷഹാദത്ത് കലിമകളിൽ അതിൻ്റെ ഒന്നാം ഭാഗം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയലല്ല, പകരം അതിന് സാക്ഷിയാവണം എന്നതാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത്. 5 ഇസ്ലാം കാര്യം എണ്ണി പറഞ്ഞപ്പോ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലാണ് എന്നല്ല പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പകരം അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. നീ അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്നതിന് സാക്ഷിയാവലാണ്, അത് സാക്ഷ്യം വഹിക്കലാണ് എന്ന് നമ്മൾ വിശദീകരിച്ചു. അപ്പൊ ഏകനായ ഒരു ഇലാഹുണ്ട് എന്നത്, എനിക്ക് എന്നെ സൃഷ്ടിച്ച ഏകനായ ഒരു ഇലാഹുണ്ട് എന്നത് എന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് എന്നുള്ള നിലക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് സാക്ഷിയായിക്കൊണ്ട് ജീവിക്കണം എന്നതാണ് ഷഹാദത്തിന്റെ ഉദ്ദേശം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഷഹാദത്തിന്റെ 2ാം ഭാഗം അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണ് എന്നതിന് ഞാൻ സാക്ഷിയാകുന്നു, അതിന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ്. ഈ പറയുന്ന വാക്കിന്റെ അർത്ഥവും ഗൗരവമൊന്നും വിശ്വാസികളിൽ അധികവും മനസ്സിലാക്കിയിട്ടില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. സമൂഹത്തിന്റെ അവസ്ഥകൾ കാണുമ്പോൾ, സമൂഹം വിശ്വാസ ആചാര രംഗങ്ങളില്, അതുപോലെ തന്നെ ഒരു വ്യക്തി ജീവിതം നയിക്കുന്നതിൽ സാമൂഹ്യ കുടുംബ ജീവിതങ്ങളൊക്കെ നയിക്കുന്നത് പരിശോധിച്ചാൽ മുസ്ലിം സമുദായത്തിൽ അധികവും അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്, അതിന്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്ന് ബോധ്യപ്പെടും. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ എനിക്ക്
നന്മയുടെ മാർഗം കാണിച്ചു തരാൻ, എനിക്ക് വിജയത്തിന്റെ മാർഗം കാണിച്ചു തരാൻ അള്ളാഹു നിയോഗിച്ച ദൂതനാണ് മുഹമ്മദ് നബി എന്നതിന് ഞാൻ സാക്ഷിയാണ് എന്നാണ്. അങ്ങനെ മനസ്സറിഞ്ഞ് പറയുന്ന ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തില് അവൻ വെച്ചു പുലർത്തുന്ന വിശ്വാസങ്ങളൊക്കെ മുഹമ്മദ് നബി പഠിപ്പിച്ച വിശ്വാസമായിരിക്കണം. അവന്റെ ജീവിതത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ മുഴുവൻ ദീനിയായിട്ട് എന്തൊക്കെ അവൻ ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നുവോ അതൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആചാരാനുഷ്ഠാനങ്ങളായിരിക്കണം. അതുപോലെ തന്നെ അവന്റെ ജീവിതത്തിൽ അവന്റെ സംസ്കാരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിരിക്കണം. സ്വഭാവവും പെരുമാറ്റവും അതുപോലെ തന്നെ ജീവിതത്തിന്റെ ഓരോ രംഗങ്ങളിലുമുള്ള ഇടപഴകലുകളും ഒക്കെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചതിനനുസരിച്ചായിരിക്കണം. പക്ഷെ സമൂഹത്തിൽ ബഹുഭൂരിപക്ഷവും അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുകയല്ലാതെ അത് ജീവിതത്തിൽ അത് അംഗീകരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധ്യമല്ല. ഇത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതിന് പുറമെ രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിന്റെ റസൂല് നമ്മോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരു ദിക്ർ, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ എന്നാണ്. എന്തിനാണ് അത് പറയിപ്പിക്കുന്നത്? റളീതു ബില്ലാഹി റബ്ബൻ, ഞാൻ എന്റെ റബ്ബായിട്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, എന്റെ പരിപാലകനായി സംരക്ഷകനായി ഞാൻ റബ്ബിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവനല്ലാത്ത ഒരു സംരക്ഷകൻ എനിക്ക് ആവശ്യമില്ല, അവനല്ലാത്ത ഒരു രക്ഷകൻ എനിക്ക് ആവശ്യമില്ല. റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീനൻ, ആ റബ്ബ് എനിക്ക് പഠിപ്പിച്ചു തന്ന നിശ്ചയിച്ച ഇസ്ലാം, ആ മതം, അതിന് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആ ഇസ്ലാമിലില്ലാതല്ല, ഇസ്ലാം അല്ലാത്ത ഒരു മാർഗവും എനിക്ക് ആവശ്യമില്ല. റബ്ബ് എനിക്ക് കാണിച്ചു തന്ന മതമാണ് അതിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതല്ലാത്തതൊന്നും എനിക്ക് എന്റെ ജീവിതത്തിൽ ആവശ്യമില്ല എന്നാണ്. അതുപോലെ തന്നെ വബി മുഹമ്മദിൻ നബിയ്യ എന്നാണ്. മുഹമ്മദ് നബിയെ നബിയായിട്ട് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി പഠിപ്പിച്ച വിശ്വാസങ്ങൾ മതി എനിക്ക് ദീനായിട്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആചാരാനുഷ്ഠാനങ്ങൾ മതി എനിക്ക് ദീനായിട്ട്. ഇതാണ് ആ പ്രഖ്യാപിക്കുന്നതിന്റെ അർത്ഥം. ഇത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുന്നതോടൊപ്പം രാവിലെയും വൈകുന്നേരവും ഇത് നമ്മൾ പ്രഖ്യാപിച്ചിട്ട് പോലും അത് കേവലം വായ കൊണ്ടുള്ള ഒരു വാക്ക്, വർത്താനം മാത്രമായിട്ട് അതിലപ്പുറം എന്റെ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസങ്ങള്, എന്റെ ആചാരാനുഷ്ഠാനങ്ങള്, എന്റെ ജീവിതത്തിലെ ഇടപാടുകൾ ഇതൊക്കെയും മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അംഗീകരിക്കുന്ന രൂപത്തിലാണോ എന്ന് ചിന്തിക്കുക എന്നത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത, സഹാബത്തിലൂടെ പ്രായോഗികമായി മാതൃക കാണിച്ചു തരാത്ത ഒരു കാര്യം നമ്മുടെ ദീനായിട്ട് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ദീനായിട്ട് ആചരിക്കുന്നുവെങ്കിൽ അത് ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിന് പ്രായോഗികമായി പഠിപ്പിച്ചതല്ല എങ്കിൽ പിന്നെ അങ്ങനെ റസൂല് നിർദ്ദേശിക്കാത്ത, സഹാബത്തിലൂടെ പ്രായോഗികമായി പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ദീനായിട്ട് നമ്മൾ വെച്ചു പുലർത്തുന്നുവെങ്കിൽ അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് അവിടെ റസൂല് പഠിപ്പിച്ചിട്ടില്ലല്ലോ. പിന്നെ വരുന്നത് എന്താണ്? ഖുർആനിലെ ആയത്തുകള് അതല്ലെങ്കിൽ ഹദീസുകളൊക്കെ നീട്ടി വലിച്ച് വ്യാഖ്യാനിച്ച് ഒക്കെ ന്യായീകരിച്ചുണ്ടാക്കുകയാണ്. ആ ന്യായീകരണം എന്താ മുഹമ്മദ് നബിക്ക് അറിയില്ലായിരുന്നോ? ആ വ്യാഖ്യാനം എന്താ മുഹമ്മദ് നബിക്ക് അറിയില്ലായിരുന്നോ? നോക്കൂ നിങ്ങൾ, വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മളൊക്കെ ഇസ്ലാമിന്റെ അനുയായികളല്ല, അതല്ലെങ്കിൽ മുഹമ്മദ് നബിയോട് സ്നേഹമില്ലാത്തവരാണ് എന്നൊക്കെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് അവർ മുഹമ്മദ് നബിയെ സാധാരണക്കാരായി കാണുന്നവരാണ്, മുഹമ്മദ് നബിയോട് സ്നേഹമില്ലാത്തവരാണ് എന്നൊക്കെ വരുത്തി തീർക്കുന്നത് ഈ റബീഉൽ അവ്വൽ മാസം വരുമ്പോ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുകയും ചില പ്രത്യേകമായ കവിതകളും ഗദ്യങ്ങളും എല്ലാം കൂടി പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോ ഇത് റസൂല് പഠിപ്പിച്ചിട്ടില്ല, റസൂലിന് അങ്ങനെ ഒരു സാധനം പരിചയമില്ല, റസൂൽ അങ്ങനെ ഒരു കാര്യം കണ്ടിട്ടില്ല, സഹാബത്ത് അങ്ങനെ ഒരു കാര്യം കണ്ടിട്ടില്ല, റസൂലിനും സഹാബത്തിനും പരിചയമല്ല, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഞാൻ പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നെന്താ വരുന്നത്? വ്യാഖ്യാനം
വ്യാഖ്യാനങ്ങളാണ്. സൂറത്ത് യൂനുസിലെ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും കാരുണ്യം കൊണ്ടുമാണ് നിങ്ങൾക്ക് ഈ അനുഗ്രഹം ലഭിച്ചത്, റസൂലും ഖുർആനുമാകുന്ന ഈ അനുഗ്രഹം ലഭിച്ചത്, അതുകൊണ്ട് സന്തോഷിച്ചു കൊള്ളുക എന്ന്, നിങ്ങൾ ജീവിതത്തിൽ സമ്പാദിക്കുന്നത് ഏറ്റവും ഉത്തമം അതാകുന്നു എന്നൊക്കെ അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ ആ പറഞ്ഞത് ഖുർആനിലൂടെ മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് ഹിദായത്തിന്റെ മാർഗം കാണിച്ചു തന്നു. അങ്ങനെ ഹിദായത്തിൽ എത്തിപ്പെട്ടത് എന്നതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന് പറയാം. അപ്പൊ ഞാനൊരു മുസ്ലിമായി ജീവിക്കാൻ എനിക്ക് സാധിച്ചു എന്നതിൽ അങ്ങേയറ്റത്തെ സന്തോഷവും ആത്മാഭിമാനവും ഉള്ളവനാവണം ഞാൻ എന്ന് അള്ളാഹു പറഞ്ഞത് ദീനിലില്ലാത്ത കാര്യങ്ങൾ പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം കടത്തിക്കൂട്ടിയതിന് വ്യാഖ്യാനിച്ച് തെളിവായിട്ട് ഒപ്പിക്കുമ്പോ അവിടെ റസൂലിന് എന്താ വ്യാഖ്യാനം അറിയില്ലേ, സഹാബത്തിന് എന്താണ് വ്യാഖ്യാനം അറിയില്ലേ? ഇങ്ങനെ നമ്മൾ ചിന്തിക്കുക. ഇങ്ങനെ ജീവിതത്തിലെ എല്ലാ അടക്കങ്ങളും ഒതുക്കങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണോ, സഹാബത്തിന് മാതൃക കാണിച്ചതാണോ, സഹാബത്തിലൂടെ പ്രായോഗികമായി പഠിപ്പിച്ചതാണോ എന്ന് പരിശോധിച്ചുകൊണ്ട് അവനവന്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളുക എന്നതാണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ച ഒരു മുസ്ലിം ചെയ്യേണ്ടത്. കാരണം അള്ളാഹു വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അദ്ദേഹം, ആ പ്രവാചകൻ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറയുന്നില്ല, അദ്ദേഹത്തിന് വഹി കിട്ടുന്നതല്ലാതെ. അപ്പൊ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു എന്തൊക്കെ വിശ്വാസാചാരമായി പഠിപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുന്നുവോ അത് മാത്രമേ സമൂഹത്തിന് വിശ്വാസാചാരമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളൂ. അതിലൊന്നും സ്വന്തം ഇഷ്ടപ്രകാരം മാറ്റത്തിരുത്തലുകൾ വരുത്താൻ എനിക്ക് അധികാരമില്ല എന്ന് വളരെ കൃത്യമായിട്ട് സമൂഹത്തോട് പറയാൻ വേണ്ടി അള്ളാഹ് കൽപ്പിച്ചിട്ടുണ്ട്. ഖുൽ, നബിയെ അവരോട് പറയുക, മാ യകൂനു ലി അൻ ഉബദ്ദില മിൻ തിൽഖാഇ നഫ്സി, എനിക്ക് എന്റെ ഇഷ്ടപ്രകാരം അതിൽ അള്ളാഹുവിന്റെ വഹിയിൽ ഒരു മാറ്റവും വരുത്താൻ അധികാരമില്ല, അതെനിക്ക് യോജിച്ചതല്ല. ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ, എനിക്ക് വഹി നൽകപ്പെടുന്നത് ഞാൻ പിന്തുടരുന്നു എന്നതല്ലാതെ. ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അദീം. ഈ ആയത്തൊന്നും മുഹമ്മദ് നബിയെ പൊന്തിച്ച് പടച്ചോന്റെ സ്ഥാനത്തേക്ക് എത്തിച്ച ആൾക്കാർ ഓതുമില്ലാതെ അർത്ഥം പറയില്ല. അർത്ഥം ജനങ്ങൾ പഠിക്കാൻ പാടില്ല. പഠിച്ചാല് ഖുർആൻ അനുസരിച്ച് ജീവിച്ചു. നബി അവരോട് പറയുക, ഇന്നി അഖാഫു, ഞാൻ ഭയപ്പെടുന്നു. എന്ത്? അള്ളാന്റെ റസൂലായി പറയുന്നത്, ഇന്നി അഖാഫു, ഞാൻ ഭയപ്പെടുന്നു. ഇൻ അസൈതു റബ്ബി, എന്റെ റബ്ബിന് ഞാൻ എതിര് പ്രവർത്തിച്ചാൽ, അദാബ യൗമിൻ അദീം, ഗുരുതരമായ ഒരു ദിവസത്തിന്റെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു എന്ന് ജനങ്ങളോട് പറയൂ പ്രവാചകരെ. അപ്പൊ റബ്ബ് എന്താണോ എനിക്ക് വഹി തന്നത് അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നതല്ലാതെ എന്റെ ഇഷ്ടപ്രകാരം അതിലൊരു മാറ്റത്തിരുത്തലും വരുത്താൻ സാധ്യമല്ല. അങ്ങനെ വല്ലതും ഞാൻ മാറ്റത്തിരുത്തൽ വരുത്തിക്കൊണ്ട് അള്ളാഹുവിനെതിരെ പ്രവർത്തിച്ചാൽ ഗുരുതരമായ ഒരു ദിവസത്തെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു എന്ന് ജനങ്ങളോട് പ്രഖ്യാപിക്കൂ പ്രവാചകരെ. ഇത്ര കൃത്യമായിട്ട് 23 കൊല്ലക്കാലം കൊണ്ട് അള്ളാഹുവിന്റെ ദീന്, വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കൃത്യമായി പഠിപ്പിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ട് പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം 3-4 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഓരോ കാര്യങ്ങൾ ഈ ദീനിലേക്ക് കടത്തിക്കൂട്ടുകയും എന്നിട്ട് ഖുർആനിലെ ആയത്തുകൾ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിനൊക്കെ തെളിവുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നത് കൃത്യമായി മനസ്സുകൊണ്ട് അംഗീകരിക്കാത്ത ആളുകളാണ്. അവർ കേവലം ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ജനങ്ങളോട് അത് പ്രഖ്യാപിക്കുന്ന ആളുകളാണ്. കാരണം ഖുർആൻ വളരെ കൃത്യമായി വിശ്വാസികളോട് പറഞ്ഞു, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന, ഒരു വിശ്വാസിക്കോ വിശ്വാസിനിക്കോ യോജിച്ചതല്ല. ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹുവും റസൂലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാര്യം കൽപ്പിച്ചാൽ അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം തെരഞ്ഞെടുക്കാനുള്ള അധികാരമില്ല. അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ, റസൂൽ ഒരു കാര്യം കൽപ്പിച്ചാൽ അത് അംഗീകരിക്കുക എന്നതല്ലാതെ എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ സ്വീകരിക്കും, എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ തള്ളിക്കളയും, എനിക്കിഷ്ടമുള്ള ആചാരങ്ങളൊക്കെ ഞാൻ തീരിൽ സ്വീകരിക്കും, അല്ലാത്തതൊക്കെ എനിക്ക് ബുദ്ധിക്ക് ശരിയെന്ന് തോന്നുന്നതൊക്കെ ഞാൻ സ്വീകരിക്കും, ഇങ്ങനെ പറയാൻ ഒരാ വിശ്വാസിക്ക് യോജിച്ചതല്ല. എന്നിട്ട് ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും
റസൂലിനെയും ധിക്കരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് എതിര് പ്രവർത്തിക്കുന്നുവെങ്കിൽ ഫഖദ് ളല്ല ളലാലം മുബീന, അവൻ വ്യക്തമായ വഴികേടിലാകുന്നു എന്നാണ്. വ്യക്തമായ വഴികേടിലാകുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ എതിരെ പ്രവർത്തിക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്ന വിശ്വാസം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിശ്വാസമായിരിക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടവരുടെ, മഹാന്മാരുടെ ആവട്ടെ അല്ലാത്തതാകട്ടെ, അവരുടെ ഖബർ കെട്ടിപ്പൊന്തിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഖബർ കെട്ടിപ്പൊന്തിച്ച് റസൂലിനെ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മളും കെട്ടിപ്പൊന്തിക്കണം. ഏതെങ്കിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു ഖബറിന്റെ അടുത്ത് വിളക്ക് കത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും വിളക്ക് കത്തിക്കണം. ഏതെങ്കിലും ഒരു ഖബർ റസൂലിനെ മൂടി കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മളും മൂടണം. നമുക്ക് ഇതിലൊന്നും റസൂലുള്ള പഠിപ്പിച്ച കാര്യം ഞങ്ങൾക്ക് അത് ബുദ്ധിക്ക് യോജിച്ചതല്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തുന്നതല്ല. അത് റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ള മുൻകഴിഞ്ഞു പോയ ഒരുപാട് അമ്പിയാക്കന്മാരുണ്ട്. അമ്പിയാക്കന്മാരിൽ ഒരാളുടെയും ജാറം കെട്ടിപ്പൊന്തിച്ച് അവിടെ പ്രത്യേക ആചാരം നടത്തി, അവിടെ ഉത്സവം നടത്തി, അവിടെ വിളക്ക് കത്തിച്ച്, അവിടെ കൊടി തൂക്കി, ഇങ്ങനെ ഒരു മാതൃക അള്ളാഹുവിന്റെ റസൂല് കാണിച്ചിട്ടില്ല. അത് 4 നൂറ്റാണ്ടിന് ശേഷം വന്നതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും വചനങ്ങളെയോ ഖുർആനിന്റെ ഏതെങ്കിലും ആയത്തുകളെയോ മഹാന്മാരെ ആദരിക്കണമെന്ന് അല്ലെങ്കിൽ ബഹുമാനിക്കണം എന്ന് പറയുന്ന ഏതെങ്കിലും ആയത്തുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് ദീനിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവൻ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നത് അംഗീകരിക്കാത്തവനായി തീർന്നു എന്നാണ്. മാത്രമല്ല, ഈ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന ആളുകൾ പലപ്പോഴും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വിശ്വാസത്തിൽ മുഹമ്മദ് നബി എന്നെ കുറിച്ച് നിങ്ങൾ എന്ത് പറയണം, എന്നെ നിങ്ങൾ എങ്ങനെ അംഗീകരിക്കണം എന്ന് പഠിപ്പിച്ചോ അതിനപ്പുറത്താണ്. ഖൂലു അബ്ദുല്ലാഹി വ റസൂലിഹി, ഞാൻ അള്ളാഹുവിന്റെ അടിമയും അള്ളാഹുവിന്റെ ദൂതനുമാണെന്ന് നിങ്ങൾ പറയണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്നാൽ ഇന്ന് സമൂഹം യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ റസൂലിന് അറിയാത്ത ഒരു അറിവുമില്ല, ആ റസൂലുള്ളാഹിക്ക് കഴിയാത്ത ഒരു കഴിവുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തെ മുഹമ്മദ് നബിയെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, ആരാധിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ നോക്കൂ നിങ്ങൾ. സൂറത്ത് ഇസ്രായിൽ മക്കയിലെ മുശ്രിക്കുകൾ റസൂലുള്ളാഹിനോട് പറയാണ്, പ്രവാചക തിരുമേനി ഈ ഭൂമിയിൽ ഒരു ഉറവ് പൊട്ടി കാണിക്കുന്നത് വരെ ഞങ്ങൾ നിങ്ങൾ വിശ്വസിക്കുകയില്ല. جنة من نخيل وعنب فتفجر الأنهار خلالها تفجيرا, അല്ലെങ്കിൽ തകൂന ലക ജന്നത്തും മിൻ നഖീൽ, ഒരു ഈത്തപ്പനയുടെ തോട്ടം ഇവിടെ ഉണ്ടാക്കി കാണിച്ചു തരാം, അല്ലെങ്കിൽ ഒരു മുന്തിരിത്തോട്ടം, ഫതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹാ തഫ്ജീറ, ആ മുന്തിരിത്തോട്ടത്തിന്റെയും ഈത്തപ്പനത്തോട്ടത്തിന്റെയും നടുക്കൂടെ ഒരു അരുവി പൊട്ടി കാണിച്ചു തരാം, ഒരു നദി ഒഴുക്കി കാണിച്ചു തരാം. അവൻ ഭൂമിയിൽ താങ്കൾ ഞങ്ങളുടെ മുമ്പിൽ ഈ ഭൂമിയിൽ ഒരു ഉറവ് പൊട്ടിച്ച് കാണിച്ചു തരാം, അല്ലെങ്കിൽ ഒരു തോട്ടം ഉണ്ടാക്കി കാണിച്ചു തരാം, അല്ലെങ്കിൽ ഒരു നദി ഉണ്ടാക്കി കാണിച്ചു തരാം. അത് അങ്ങനെ ചെയ്താലല്ലാതെ ഞങ്ങൾ താങ്കളിൽ വിശ്വസിക്കുകയില്ല എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞപ്പോ അതിനെന്താ, അതൊക്കെ വളരെ സിമ്പിൾ അല്ലേ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കല്ല റസൂൽ ചെയ്ത്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അവർക്ക് മറുപടി കൊടുക്കാൻ അല്ലാഹ് പറയുന്നതാ, ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ നബിയെ അവരോട് പറയുക, സുബ്ഹാന റബ്ബി, എന്റെ റബ്ബ് എത്ര പരിശുദ്ധനാണ്, ഹൽ കുന്തു ഇല്ലാ ബശറ റസൂല, ഞാനൊരു മനുഷ്യനായ ദൂതനല്ലയോ? നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുന്ന സമയത്ത് ചെയ്ത് കാണിച്ചു തരാൻ ഞാൻ എന്താ അള്ളാഹു ആണോ? ഞാനൊരു മനുഷ്യനായ ദൂതനല്ലേ? ഇതെന്തിനാ? ഒരിക്കൽ ഒരു യാത്രയില് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഒരു യുദ്ധയാത്രയില് സഹാബത്തിന് കുടിക്കാൻ വെള്ളമല്ല, റസൂലുള്ളാഹി പറഞ്ഞു ഒരു പാത്രം കൊണ്ടുവരാൻ, ഒരു പാത്രത്തിൽ ഒരല്പം വെള്ളം. അപ്പൊ നൂറുകണക്കിന് സഹാബികൾ റസൂലുള്ളാഹി ആ പാത്രത്തിലേക്ക് ഒന്ന് കൈമുക്കി, എന്നിട്ട് കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം ഇങ്ങനെ പൊട്ടി ഒഴുകി. ആ സഹാബത്ത് മുഴുവൻ കുടിച്ചു, എന്നിട്ടും വെള്ളം ബാക്കി. ആ മുഅ്ജിസത്ത് കാണിച്ച പ്രവാചകനെ കൊണ്ടാണ് ഇത് പ്രഖ്യാപിപ്പിക്കുന്നത്. എന്ത്? നിങ്ങൾ ഭൂമിയിൽ ഒരു അരുവുണ്ടാക്കി കാണിച്ചപ്പോ എന്ന് പറഞ്ഞപ്പോ അള്ളാഹ് പറയാ, തിരിച്ച് അവരോട് പറയാൻ, നബിയെ അവരോട് ചോദിക്കുക, സുബ്ഹാന റബ്ബി, എന്റെ റബ്ബ് എത്ര പരിശുദ്ധനാ, ഹൽ കുന്തു ഇല്ലാ ബശറ റസൂല, ഞാനൊരു മനുഷ്യനായ ദൂതനല്ലേ? എന്തിനാണ് അത് പറയിപ്പിക്കുന്നത് അള്ളാഹു? ഈ കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം പൊട്ടിയൊഴുക്കി കാണിച്ചു കൊടുത്ത അള്ളാഹ്ക്ക് ഭൂമിയിൽ ഒരു അരുവുണ്ടാക്കി കാണിച്ചു കൊടുക്കാൻ കഴിയില്ലേ?
അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ ഒരു കഴിവും, അള്ളാഹു കൊടുത്തതല്ലാത്ത ഒരു കഴിവും പ്രവാചകന്മാർക്കില്ല. അള്ളാഹു നൽകിയതല്ലാത്ത ഒരു അറിവും പ്രവാചകന്മാർക്കില്ല. ആ പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചത് അള്ളാഹുവിന്റെ മഹത്വം ബോധ്യപ്പെടുത്താനും അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി, അള്ളാഹുവിനോട് വിളിച്ചു പ്രാർത്ഥിക്കാനും അള്ളാഹുവിനെ ആരാധിക്കാനും വേണ്ടിയാണ്. പ്രവാചകന്മാർക്ക് പ്രവാചകത്വം നൽകിയെന്നത് അള്ളാഹു നൽകിയ മഹത്വമാണ്. അവരെ നമ്മൾ ആദരിക്കേണ്ടതുണ്ട്. പ്രവാചകന്റെ മേൽ നമ്മൾ സലാത്ത് ചെല്ലേണ്ടതുണ്ട്. പ്രവാചകൻ നമ്മളെക്കാൾ നമ്മുടെ പ്രവാചകനെ സ്നേഹിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഒരു നിലക്കും ആരാധനയുടെയോ പ്രാർത്ഥനയുടെ ഒരു ഭാഗം പ്രവാചകന്മാരിലേക്ക് പോകാൻ പാടില്ല. അള്ളാഹു നമ്മൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് പറഞ്ഞുവോ ആ വിശ്വാസമല്ലാതെ അതിലപ്പുറം ഒരു വിശ്വാസം പ്രവാചകന് കഴിയാത്തതായിട്ടൊന്നുമില്ല, പ്രവാചകന് അറിയാത്തതായിട്ടൊന്നുമില്ല. അങ്ങനെ പറയാനേ പാടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നി അന അബ്ദുല്ലാഹി വ റസൂലി, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, ദൂതനാണ് എന്ന് പറയാനാണ് നമ്മളോട് പ്രഖ്യാപിച്ചത്. അപ്പൊ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ വിശ്വാസങ്ങളും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിരിക്കണം. എല്ലാ ആചാരങ്ങളും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിരിക്കണം. അതുപോലെ തന്നെ ആരാധനാ കാര്യങ്ങളിൽ നമുക്ക് റസൂലിനെ പഠിപ്പിച്ച ചര്യയുണ്ട്. എന്നാൽ നമ്മുടെ ഈ മുആമലാത്തുകളിൽ, ഇടപാടുകളിൽ, കച്ചവടത്തിലും മറ്റ് ഏർപ്പാടുകളും അവിടെ റസൂലിന്റെ ചര്യൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. എങ്കിൽ നമ്മൾ ദീനിനെ റസൂലുള്ളാഹിയെ പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല എന്നാണ്. കച്ചവട രംഗത്ത് ചതിയും വഞ്ചനയും അതുപോലെ തന്നെ പൂഴ്ത്തിവെപ്പും മറ്റെല്ലാ കാര്യങ്ങളും നിലനിർത്തുക. ഞാൻ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിച്ചിരിക്കുന്നു, ഇബാദത്ത് ചെയ്തിരിക്കുന്നു, എങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനെ പൂർണ്ണമായി ഷഹാദത്ത് കലിമ നമ്മൾ പൂർണ്ണമായി പാലിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ ഇബാദത്തുകൾ കൃത്യമായിട്ടുണ്ട്, ഭാര്യയോടും മക്കളോടും നല്ല നിലക്ക് പെരുമാറുന്നില്ല, കുടുംബത്തിൽ ദീനിന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ദീനില്ല, എങ്കിൽ നമ്മൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നത് പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ രംഗത്ത്, സാമ്പത്തിക രംഗത്ത് സമ്പത്ത് ഉണ്ടാക്കുമ്പോഴും അത് ചെലവഴിക്കുമ്പോഴും ഒക്കെ അവിടെയും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച മാതൃക നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുമായി ഇടപഴകുന്ന രംഗത്ത്, നമ്മൾ ജോലി സ്ഥലങ്ങളിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നിടത്ത്, ഇങ്ങനെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച മാതൃക. നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെയും, ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെയും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലേക്കുമുള്ള കൃത്യമായ മാർഗനിർദ്ദേശം അള്ളാഹുവിന്റെ റസൂല് നൽകിയിട്ടുണ്ട്. അത് കഴിവിന്റെ പരമാവധി എല്ലാ രംഗത്തും നമ്മൾ അംഗീകരിക്കുമ്പോൾ മാത്രമേ അഷ്ഹദു അന്ന, നമ്മളെ കൊണ്ട് കഴിയുന്നത്ര, ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മളെ കൊണ്ട് കഴിയുന്നത്ര നമ്മൾ അംഗീകരിക്കുമ്പോൾ മാത്രമേ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നത് പൂർണ്ണമായി അംഗീകരിച്ച ആളുകളായി നമ്മൾ തീരുകയുള്ളൂ. അല്ലാതെ ഇപ്പോ നിസ്കരിക്കുന്നുണ്ട്, നിസ്കാരത്തായമ്പുണ്ട്, കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കുന്നില്ല, ആൾക്കാരെ പറ്റിക്കുന്നതാണ്, കച്ചവടത്തിൽ ആൾക്കാരെ ചതിക്കുന്നു, ഇങ്ങനെയൊക്കെ. അതുപോലെ തന്നെ ആളുകളോട് തെറിവാക്കുകൾ പറയുകയും ആളുകളോട് മാന്യമായി പെരുമാറുന്നുമില്ല. അങ്ങനെയുള്ള ആളുകളൊന്നും അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നത് പൂർണ്ണമായി അവരുടെ ജീവിതം കൊണ്ട് അംഗീകരിക്കാത്തവരാണ്. കാരണം അല്ലാഹു ഉദ്ഖുലു ഫിസ്സിൽമി കാഫ, നിങ്ങൾ പൂർണ്ണമായും അള്ളാഹുവിന് കീഴൊതുങ്ങണം, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ആ ദീനിന് കീഴൊതുങ്ങണം. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, ശൈത്താന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ വിശ്വാസം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച വിശ്വാസമായിരിക്കണം. ആചാരാനുഷ്ഠാനങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതായിരിക്കണം. സ്വഭാവവും പെരുമാറ്റവും ഇടപാടുകളും എല്ലാം കഴിവിന്റെ പരമാവധി അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച രൂപത്തിൽ പിന്തുടരാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ ആ ഷഹാദത്തിനോട് കൂറ് പുലർത്തുന്നവരായി നമ്മൾ മാറുകയുള്ളൂ. അള്ളാഹു അവന്റെ ദീന് അംഗീകരിച്ചുകൊണ്ട്, ഷഹാദത്ത് അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫുൽ മഖ്ലൂഖീൻ റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ വിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശ്വാസികളായ നമ്മൾ ഏത് രാജ്യത്ത് ജീവിക്കുന്നവരാണെങ്കിലും ആ രാജ്യത്തെ സ്നേഹിക്കുക, ആ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക, ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നിലകൊള്ളുക, ഇതൊക്കെ വിശ്വാസികളുടെ ബാധ്യതയായിട്ട് എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചിട്ടുള്ള, നാട്ടിലെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി നിലകൊള്ളുക,
എന്നുള്ള കാര്യങ്ങൾ. പ്രവാചകന്മാര് ജനങ്ങളോട് അങ്ങേയറ്റത്തെ സ്നേഹവും പ്രതിപത്തിയുള്ള, ജനങ്ങൾക്ക് ഗുണമുണ്ടാവുന്നത് അവർക്ക് സന്തോഷമാണ്. ഈ നിലക്ക് ഓരോ വിശ്വാസിയും ജനങ്ങൾക്ക് ക്ഷേമം വരണം, ജനങ്ങൾക്ക് ഐശ്വര്യം വരണം, നാട്ടിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കണം, അങ്ങനെ ചിന്തിക്കുന്നവരാണ് ഓരോ വിശ്വാസിയും. അപ്പൊ നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ നല്ല നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും, ഇവിടെ ഭരണകൂടം നടപ്പിലാക്കുന്ന എല്ലാ കാര്യങ്ങളും, ഖുർആനിനും സുന്നത്തിനും എതിരാവാത്ത എല്ലാ കാര്യങ്ങളും അനുസരിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അപ്പൊ ഞാനിത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ നമ്മുടെ രാജ്യത്തെ ഭരണം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി സഭയാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെ ഭരിക്കേണ്ടത് ആരാണ് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഈ ജനാധിപത്യ സംവിധാനത്തിൽ എനിക്കും നിങ്ങൾക്കും ഉണ്ട് എന്നർത്ഥം. അതുകൊണ്ട് അത് വളരെ ഗൗരവത്തിൽ എടുക്കേണ്ടതാണ്. ഈ രാജ്യത്തിന്റെ നിയമമാണത്. അപ്പൊ രാജ്യത്ത് അങ്ങനെ ഒരു വോട്ടർ പട്ടിക പുതുക്കുക, ഓരോരുത്തരുടെയും പൗരത്വം ഉറപ്പുവരുത്തുക, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള നടപടിക്രമങ്ങളും അതിനു വേണ്ടിയുള്ള സെൻസസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനാവശ്യമായ രേഖകളും കാര്യങ്ങളൊക്കെ കൃത്യമായി എനിക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കുക, അതില്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ഇപ്പോ ഇലക്ഷൻ വരുമ്പോ ആ രേഖകളൊന്നും എനിക്കില്ല, എനിക്കൊരു വോട്ടല്ലേ നഷ്ടപ്പെടൂ എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. കാരണം രാജ്യത്ത് ജീവിക്കുന്ന പൗരന്മാരാണ് നമ്മൾ. ഈ രാജ്യത്തിന്റെ എല്ലാ നിയമങ്ങളും പാലിക്കുക എന്നുള്ള നമുക്ക് ബാധ്യതയാണ്. അതുകൊണ്ട് ആ രേഖകളൊക്കെ കൃത്യമാക്കി വെക്കുക. അതുപോലെ തന്നെ ഒരു വോട്ടല്ലേ ഞാൻ എന്തിനു ചെയ്യാന്ന് ചിന്തിക്കാൻ പാടില്ല. കാരണം ഈ രാജ്യത്തിന്റെ നിലനിൽപ്പാണ്. അപ്പൊ ഈ രാജ്യത്തിന്റെ നല്ല നിലനിൽപ്പിൽ ഭാഗതയെ നിർണ്ണയിക്കാനുള്ള അവകാശം എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക തന്നെ വേണം. അതൊക്കെ നല്ല നിയ്യത്തോടു കൂടി ചെയ്യുമ്പോൾ വിശ്വാസികൾക്ക് അള്ളാഹു അത് ഇബാദത്തിന്റെ പ്രതിഫലമായിട്ട് തന്നെ രേഖപ്പെടുത്തും. അപ്പൊ നമ്മൾ നാട്ടിന്റെ ശാന്തിക്ക് വേണ്ടി, അപ്പൊ ഈ നാടിന്റെ നല്ല നിലനിൽപ്പ് ആരിലാണോ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുക. അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഖുത്ബയിൽ പറയാനുള്ള ഒരു കാരണം ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വോട്ട് നഷ്ടപ്പെട്ടതും അവര് ഈ രാജ്യത്തിലെ പൗരന്മാരല്ലാതായി തീരുന്നതുമൊക്കെ അതിലധികവും മുസ്ലിം സമുദായത്തിൽപ്പെട്ട അംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട അംഗങ്ങൾ വളരെയധികം ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. എനിക്ക് റിക്കാർഡുകളൊന്നും ഇല്ലെങ്കിലും എനിക്കൊരു വോട്ടല്ലേ പോവൂ എന്ന് ചിന്തിക്കാതെ ഒരുപക്ഷെ ഭാവിയിൽ ഞാൻ ഈ രാജ്യത്തെ പൗരനാണ് എന്ന് തെളിയിക്കാൻ പോലും പ്രയാസപ്പെടുന്ന, അല്ലെങ്കിൽ പൗരത്വം നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക, രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഈ രാജ്യത്തിന്റെ ശാന്തിയും സമാധാനവും നിലനിർത്താവുന്ന രൂപത്തിൽ ഭരണം നിലനിർത്തുന്ന ആളുകളിലേക്ക് അള്ളാഹു ഈ രാജ്യത്തിന്റെ ഭരണം ഏൽപ്പിക്കുമാറാവട്ടെ. ഈ നാട്ടിന്റെ ശാന്തിയും സമാധാനവും അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. അള്ളാഹുവെ, യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ഞങ്ങൾക്ക് ഏവർക്കും നീ തൗഫീഖ് നൽകണ റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും ഞങ്ങളിൽ സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങളോട് പൊറുക്കണ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ച് മരിക്കുന്ന വിശ്വാസികളിൽ, വിജയികളിൽ ഞങ്ങളെ ഓരോരുത്തരും ഉൾപ്പെടുത്തണ റഹ്മാനെ. അള്ളാഹുവെ, ദീനിന്റെ എല്ലാ വിഷയങ്ങളും കൃത്യമായി അന്വേഷിച്ച് പഠിച്ച് മനസ്സിലാക്കി ഏറ്റവും ശരിയായ സത്യം അംഗീകരിച്ച് ജീവിക്കുന്ന, ആ സത്യത്തെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കുന്ന നിഷ്കളങ്കന്മാരായിട്ടുള്ള ആളുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണ റഹ്മാനെ. സ്വാർത്ഥമായ താല്പര്യങ്ങളും അഹങ്കാരങ്ങളും ഇല്ലാതെ ദീനിന്റെ വിഷയങ്ങളെ സമീപിച്ചുകൊണ്ട് ദീനിനെ മനസ്സിലാക്കി അംഗീകരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, പ്രവാചകന്മാര്, സിദ്ദീഖീങ്ങള്, സ്വാലിഹീങ്ങള് ജീവിച്ച മാർഗത്തിൽ സിറാത്തുൽ മുസ്തഖീമിൽ ജീവിച്ചുകൊണ്ട് ആ സിറാത്തുൽ മുസ്തഖീമിലായിക്കൊണ്ട് ഈമാനോടുകൂടി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണ റഹ്മാനെ. നാഥാ, രണ്ട് ലോകത്ത് നീ ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണ റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങൾ ഓരോരുത്തരെയും നീ കാത്തു രക്ഷിക്കണ റഹ്മാനെ. ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന എല്ലാവരെയും നീ യഥാർത്ഥ മുസ്ലിമായി ജീവിപ്പിക്കണ റഹ്മാനെ. മരണപ്പെട്ടു പോയ ആളുകളുടെ ബർസഖി ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കണ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണ റബ്ബേ. രണ്ട് ലോകത്തും ഞങ്ങൾക്ക് ഏവർക്കും നീ ജീവിത വിജയം നൽകണ റഹ്മാനെ. ഞങ്ങളിൽ ഞങ്ങളെ കുടുംബത്തിലും സമ്പത്തിലും നീ റഹ്മത്തും ബർക്കത്തും നൽകണ റബ്ബേ. ഈ നാട്ടിന്റെ ശാന്തിയും സമാധാനവും നീ നിലനിർത്തി തരണ റബ്ബേ. വിശ്വാസികളായിക്കൊണ്ട് ശാന്തിയോട് സമാധാനത്തോടു കൂടി ജീവിക്കാവുന്ന ഒരവസ്ഥയും ഈ നാട്ടിൽ ഉണ്ടാക്കി തരണ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت
وساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد وعلى آله وصحبه وسلم.